ഇരയാക്കി തീർക്കുമായിരുന്നു. ഒരു വിനോദമായി കാണുവാൻ വേണ്ടി ആ വലിയ സ്റ്റേഡിയത്തിൽ നിറയെ ആളുകൾ, മാത്രമല്ല ആയിരക്കണക്കിന് ക്രൈസ്തവർ ജീവനെ ഭയന്ന് സ്റ്റേഡിയമാണത്. ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ ആ രാജ്യത്തിലൊക്കെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ യേശുവിനെ തള്ളിക്കളയാത്തവരായിട്ടുള്ള വിശ്വാസികളെ അതിലേക്ക് പിടിച്ചുകൊണ്ടുവരും. അവരെ ആ വലിയ സ്റ്റേഡിയത്തിൽ നമ്മിലേക്ക് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവർക്കറിയാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവരുടെ ജീവൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. എന്നാലും ആ സമയത്ത് പോലും അവർ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. ഇവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത് ഒരു വിനോദമായി കാണുവാൻ വേണ്ടി ആ വലിയ സ്റ്റേഡിയത്തിൽ നിറയെ ആളുകൾ, അവരുടെ മുൻപിലായി ആഴ്ചകളോളം പട്ടിണിക്കിട്ട വന്യമൃഗങ്ങളെ അവർക്ക് കാണാം. പക്ഷേ അവരാരും ഈ പ്രതിസന്ധി മധ്യത്തിലും യേശുവിനെ അവർ തള്ളിക്കളയുവാൻ തയ്യാറായില്ല. ഇതാണ് സഭയെ പീഡിപ്പിച്ച നീറോ ചക്രവർത്തി. ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൊന്നുമുടിച്ച ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഈ നീറോ ചക്രവർത്തി. അവർ ആ വന്യമൃഗങ്ങളെ ക്രൈസ്തവരായ ആ ഭക്തന്മാരുടെ ഇടയിലേക്ക് അവർ അഴിച്ചുവിടും. ഞാൻ ഓർപ്പിച്ചതുപോലെ ദിവസങ്ങളോളം പട്ടിണിക്കിട്ട ആ വന്യമൃഗങ്ങൾ അവരുടെ മുൻപിൽ ക്രൈസ്തവരായവരെ കാണുമ്പോൾ കാട്ടിൽ എങ്ങനെയാണ് ഒരു വേട്ടമൃഗത്തെ വേട്ടയാടി പിടിക്കുന്നത്, അതുപോലെ വേട്ടയാടി പിടിച്ച് അവയുടെ പല്ലിന് ഇരയാക്കി തീർക്കുമായിരുന്നു. ഈ ഭീകരമായ കാഴ്ചകൾ കണ്ട് ചുറ്റും കൂടിയിരുന്നവർ അവർ ആർത്ത് അട്ടഹസിച്ച് ഉല്ലസിക്കുമായിരുന്നു. ഇതിനെയാണ് അപ്പോസ്തലനായ പൗലോസ് കൂത്തുകാഴ്ച എന്നുള്ള പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെയുള്ള സകല ക്രൈസ്തവരെ, സകല ദൈവ കുഞ്ഞുങ്ങളെ ആ വന്യമൃഗങ്ങൾ അവയുടെ പല്ലിന് ഇരയാക്കി തീർക്കുമായിരുന്നു. മാത്രമല്ല ആയിരക്കണക്കിന് ക്രൈസ്തവരെ ആ വലിയ സ്റ്റേഡിയത്തിന്റെ നടുവിൽ അവർ പരസ്യമായി ക്രൂശിച്ച് കൊലപ്പെടുത്തിയിരുന്ന ഒരു ഭീതിജനകമായ ഒരു വല്ലാത്ത കാലഘട്ടം. പ്രാണൻ പിടയുന്ന വേദനയിലും ആ ക്രൈസ്തവ വീരന്മാർ ഇങ്ങനെ പ്രഖ്യാപിക്കുമായിരുന്നു: രാജാവേ, നീ ഞങ്ങളുടെ കൈകാലുകളിൽ അടിച്ചിറക്കിയിരിക്കുന്ന ഈ കാര്യം മാണിക്കോ, ഞങ്ങളെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ഈ മരക്കുരിശിനോ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിക്കുവാൻ അതിന് കഴിയുകയില്ല. അങ്ങനെ ആ വിശ്വാസ വീരന്മാർ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ച് അവർ പ്രിയം വെച്ച നാട്ടിലേക്ക് അവർ മടങ്ങുമായിരുന്നു.
മാത്രമല്ല ആയിരക്കണക്കിന് ക്രൈസ്തവരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് രാജാവിന്റെ പള്ളിയറയിൽ നിന്ന് ഉദ്യാനത്തിലേക്ക് പോകുന്ന വഴി രാത്രിയിൽ വെളിച്ചത്തിനായി അവരെ മെഴുകു പുരട്ടിയ ചീലകൾ അവരെ ചുറ്റി അവരെ കത്തിച്ച് തീപ്പന്തമായി ഉപയോഗിച്ച് ആ വെളിച്ചത്തിൽ അവർ നടന്നു നീങ്ങുമായിരുന്നു. ആ സമയങ്ങളിൽ അതിലേക്ക് കടന്നുപോയ മനുഷ്യന്റെ മാംസം നിന്ന് വേകുന്ന മണം ആ ദേശത്തിൽ നിന്നും ഉയർന്നിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത്രമാത്രം ഭീതിജനകമായ ഒരു കാലഘട്ടം. മാത്രമല്ല ആയിരക്കണക്കിന് ക്രൈസ്തവർ ജീവനെ ഭയന്ന് കാടുകളിലും മേടുകളിലും വനാന്തരങ്ങളിലും ശവക്കല്ലറകളിലും അഭയം പ്രാപിച്ച ഒരു വല്ലാത്ത കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഈ സഭയോടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും അടുത്തത് നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. പക്ഷേ അടുത്ത പദം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, എങ്കിലും നിന്റെ ആദി സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം, ഒത്തിരിയില്ല, ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആ അടുത്ത പദങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് വല്ലാതെ ഭയപ്പെടുത്തുന്നതാ. അവിടെ പറയുക, അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്കതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എഫെസോ സഭയെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ സഭകളെ നോക്കി എന്തു പറയും? സ്തോത്രം. ഇന്ന് ക്രൈസ്തവ പീഡനം എന്തെന്ന് നമുക്കറിയത്തില്ല. ഇരുന്ന് ആരാധിക്കുവാൻ മനോഹരമായ ആരാധനയാലയങ്ങൾ നമുക്കുണ്ട്. ആരാധനയ്ക്ക് വരുവാൻ നമുക്ക് മനോഹരമായ വാഹനങ്ങളുണ്ട്. പക്ഷേ ഒരു ചോദ്യം, നിന്റെ ആദ്യ സ്നേഹം എന്തിയേ? സ്തോത്രം. ആദ്യ സ്നേഹം എന്തിയേ? എഫെസോ സഭയോട് പറയുക, നിന്റെ പ്രവൃത്തി അത് വളരെ വലിയതാ. എന്റെ നാമം നിമിത്തം നീ സഹിച്ചത്, നീ തളർന്നു പോകാത്തത് നല്ല കാര്യമാ. അല്ലെങ്കിൽ നിനക്ക് സഹിഷ്ണുതയുള്ളത് നല്ല കാര്യമാ. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയായ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ പീഡനം എന്തെന്ന് നമുക്കറിയത്തില്ല. ക്രൈസ്തവ പീഡോട് മുഖം നോക്കി ചിരിക്കാൻ മടിയല്ലേ ഇത് നമുക്ക് പലർക്കും. ഒരു വായിലിരുന്ന് ആരാധിച്ചിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒരു സ്തോത്രം പോലും വിളിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് കത്രമേശയ്ക്ക് എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ആളും തരും നോക്കിയല്ലേ പലപ്പോഴും ചുംബനങ്ങൾ പോലും കൊടുക്കുന്നത്. ദൈവം നമ്മളോടും വിളിച്ചു പറയുക, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നൊക്കെ മാനസാന്തരപ്പെട്ടോ, അല്ലെങ്കിൽ നീ കൈവിടപ്പെട്ടു പോകും. സ്തോത്രം.